കെ.സി. വേണുഗോപാലിനോട് ഇക്കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ ചോദിച്ചു, അമ്പലപ്പുഴയിൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥി ഉണ്ടാകും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉണ്ടാവും, തീർച്ചയായിട്ടും സ്ഥാനാർത്ഥി ഉണ്ടാകും. അപ്പോൾ നമ്മൾ അടക്കമുള്ള എല്ലാവരും കരുതി ഷുക്കൂർ സ്ഥാനാർത്ഥിയാവും, അല്ലെങ്കിൽ എം ലിജുവിനെ അവിടെ കൊണ്ട് സ്ഥാനാർത്ഥിയാക്കും. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ കേൾക്കുന്നത് ഈ പറയുന്ന രീതിയിൽ അമ്പലപ്പുഴയിൽ മത്സരിക്കാൻ കോൺഗ്രസിന് സ്ഥാനാർത്ഥിയില്ല, ജി സുധാകരനെ അവർ സപ്പോർട്ട് ചെയ്യും, അവർ പിന്താങ്ങും. അപ്പോൾ ശരിക്കും അമ്പലപ്പുഴയിലെ ആലപ്പുഴയിലെ ചിത്രം മാറുകയില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കേരളത്തിലെ എന്ന് മാത്രമല്ല ഭാരതത്തിലെ 28 സംസ്ഥാനങ്ങളിലെയും കാര്യങ്ങൾ നിയന്ത്രിക്കാനും തീരുമാനിക്കാനും കെൽപ്പുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന കെ.സി. വേണുഗോപാലിനോടാണ് മാധ്യമങ്ങൾ ഈ ചോദ്യം ചോദിച്ചത്. മാധ്യമങ്ങളോടെല്ലാം അങ്ങനെ ഒന്നും ഷെയർ ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും നമുക്ക് ഇവിടുത്തെ CPM-ന്റെ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പറോട്, അല്ലെങ്കിൽ കേരളത്തിൽ മാത്രമുള്ള പാർട്ടിയുടെ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പറോട്, അല്ലെങ്കിൽ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗത്തിനോട് പോലും ഇത്തരം ചോദ്യങ്ങൾ മാധ്യമങ്ങൾ ചോദിക്കുന്നില്ല. പക്ഷെ മറ്റേത് കോൺഗ്രസിന്റെ ജനാധിപത്യമാണ്. കെ.സി. വേണുഗോപാൽ അതിന്റെ മറുപടി പറഞ്ഞത് ഉണ്ടാകാം എന്നുള്ള തരത്തിലാണ്. അപ്പോൾ മാധ്യമങ്ങളോട് എല്ലാം അങ്ങ് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഓപ്പറേഷൻ മുന്നോട്ട് വെക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ആലപ്പുഴ ജില്ലയിൽ ഒരു സീറ്റ് 100% UDF ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു, അമ്പലപ്പുഴ എന്നുള്ളതാണ്. അതായത് അമ്പലപ്പുഴയിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചാൽ, ഇപ്പോൾ എം ലിജു എന്ന് പറയുന്ന ജനകീയനായ നേതാവ്, ഈ ഷുക്കൂറിനെ കുറിച്ചൊന്നും നമുക്ക് അഭിപ്രായമില്ല, എം ലിജുവിനെ അവിടെ മത്സരിപ്പിച്ചാൽ എം ലിജുവിന് വിജയസാധ്യതയുണ്ട്. എപ്പോൾ സുധാകരൻ മത്സരിക്കാതിരുന്നാൽ. സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വന്നാൽ CPM വോട്ടുകൾ സുധാകരൻ വിള്ളലുണ്ടാക്കും എന്ന് വിചാരിക്കുന്നിടത്ത് തെറ്റി. സുധാകരനൊക്കെ കാലാകാലങ്ങളിലായി അവിടെ ജയിച്ചുകൊണ്ടിരുന്നത് നിഷ്പക്ഷമതികളായ കുറെ പേരുടെ വോട്ടുകൾ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നത് കൊണ്ടുകൂടിയാണ്. തീർച്ചയായിട്ടും അപ്പോൾ സ്വാഭാവികമായും UDF-ന് കിട്ടേണ്ടുന്ന വോട്ടുകൾ കൂടി സുധാകരനിലേക്ക് ഒഴുകുകയും അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് എന്നോണം BJP അവിടെ കളം നിറഞ്ഞാടാനോ അല്ലെങ്കിൽ വീണ്ടും സലാമിനെ പോലെ ഒരാൾ CPM-ന്റെ MLA ആയി ജയിച്ചു വരാനുള്ള സാധ്യത അമ്പലപ്പുഴയിൽ കാണുന്നുണ്ട്. ഇവിടെ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റാണ് വേണ്ടത്. ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം ജി സുധാകരനോട് ഒരാൾക്കും എതിർപ്പില്ല. നല്ല നേതാവാണ്, നല്ല സഖാവാണ്, നല്ല മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകൾ, ചില പത്രസമ്മേളനങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കങ്ങോട്ട് സാധാരണക്കാരനങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും ജി സുധാകരനെ അടുത്തറിയുന്നവർക്കൊക്കെ അദ്ദേഹത്തിനോട് താല്പര്യമാണ്. CPM-ന് മാത്രമാണ് ഇപ്പോൾ അദ്ദേഹം വളരെ മോശക്കാരനും ശത്രു വൃത്തികെട്ടവനും ഒക്കെ ആയി മാറിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, ഒരാൾ ഇന്നലെ വരെ ഒപ്പമുണ്ടായിരുന്ന ഒരാൾ എന്തെങ്കിലും ഒരു തർക്കത്തിന്റെ പേരിൽ നമ്മളിൽ നിന്ന് മാറിയാൽ പിന്നെ അയാളെ തോക്കി തെറി പറയാനും അയാളെ കുറ്റം പറയാനും ഒരു കൂട്ടം ആളുകൾ ഉണ്ടാകും. നോക്കൂ, ഇവിടെ എടുക്കേണ്ട ഒരു തീരുമാനം എന്താണ്? അദ്ദേഹത്തിന് ആ പാർട്ടിയിൽ നിൽക്കാൻ താല്പര്യമില്ല, മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല, സംസാരിച്ചു നോക്കി വഴങ്ങുന്നില്ല. ഓക്കെ, അദ്ദേഹത്തിന്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. CPM-ന് ജി സുധാകരനെ അതിഭീകരമായ ഭയമുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് നേരെ ഇത്തരത്തിലുള്ള സൈബർ അറ്റാക്കുകളും നേരിട്ടുള്ള അറ്റാക്കുകൾക്കും മുതിരുന്നത്. വീടിന്റെ മുന്നിലെ CCTV പോലും മാറ്റിവെച്ചപ്പോൾ ആ സഖാവിന് അറിയാം ആ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന സംവിധാനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. VS അച്യുതാനന്ദന്റെ വേലിക്കകത്ത് വീടിന്റെ മുന്നിലേക്ക് അദ്ദേഹത്തിനെതിരെയുള്ള പ്രകടനം കടന്നു ചെല്ലുമ്പോൾ അവിടെ കുറെ സഖാക്കന്മാർ ജി സുധാകരനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. ഒരുപക്ഷെ ആലപ്പുഴയിലെ ചുടുകാട്ടിൽ ഉറങ്ങുന്ന അന്ത്യവിശ്രമം കൊള്ളുന്ന VS അച്യുതാനന്ദന്റെ മനസ്സത് കണ്ട് നൊന്നിട്ടുണ്ടാകാം. VS-ന് പ്രിയപ്പെട്ട നേതാവ് തന്നെയായിരുന്നു. ഒരുപക്ഷെ VS ഉണ്ടായിരുന്നെങ്കിൽ ജി സുധാകരൻ പോകില്ലായിരുന്നു. കാരണം ഒരു തണലേകാൻ അദ്ദേഹം ഉണ്ടാകുമായിരുന്നു, ഒരു ഉപദേശം കൊടുക്കാൻ അദ്ദേഹം ഉണ്ടാകുമായിരുന്നു. ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തുടങ്ങിയവരിൽ ഒരാളായതുകൊണ്ട് മാത്രമാണ് ഈ പറയപ്പെടുന്ന VS അച്യുതാനന്ദന് ആ പാർട്ടിയിൽ നിന്ന് മാറിപ്പോകാൻ കഴിയാതിരുന്നത്. ഇവർക്കൊന്നും ചെയ്യാൻ കഴിയാതെ പോയി. നോക്കൂ, VS അച്യുതാനന്ദന്റെ കുടുംബത്തിനോട് ഒരു വലിയ അനീതിയല്ലേ ഇപ്പോ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മകന് എവിടെയൊക്കെ സീറ്റ് പറഞ്ഞു, അമ്പലപ്പുഴയിൽ പറഞ്ഞു, അവിടെയും ഇവിടെയും ഒക്കെ പറഞ്ഞു. അതുണ്ടാകില്ല എന്നുള്ളത് എനിക്ക് ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞു. അരുൺകുമാർ മത്സരിക്കില്ല, അരുൺകുമാർ പാർട്ടി സീറ്റ് കൊടുക്കില്ല എന്ന് ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പലയിടങ്ങളിലും അദ്ദേഹത്തിന്റെ പേരുകൾ ഇല്ല, ഞാനത് പ്രതീക്ഷിച്ചിട്ടില്ല. ഈ ഘട്ടകാലത്ത് അത് പ്രതീക്ഷിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് എന്ന് വേണം പറയാം. വീണ്ടും ഒരു VS-നെ വളർത്താൻ, വീണ്ടും ഒരു എന്താ പറയാ ശക്തി കേന്ദ്രത്തെ വളർത്താൻ CPM തയ്യാറാകില്ല. അവർക്ക് കണ്ണൂർ ലോബിയിൽ നിന്ന് മാറി ബേപ്പൂർ ലോബിയിലേക്ക് ഇത് മുഴുവൻ കൊണ്ട് കെട്ടാനുള്ള ഒരു തത്രപ്പാടിലാണ് അവർ മുന്നോട്ട് പോയി. നടന്നോ നടക്കത്തില്ല, ഞാൻ പറയുന്നതല്ലോ. നമ്മൾ ഇതിപ്പോ നടന്നില്ലയോ, അവരുടെ ലക്ഷ്യം അതാണ് എന്നുള്ളതാണ്. ജി സുധാകരനെ UDF പിന്തുണയ്ക്കാൻ തീരുമാനിച്ചാൽ അതൊരു വലിയ രാഷ്ട്രീയ മൂവ്മെന്റ് തുടക്കമാണ്. തീർച്ചയായിട്ടും ജി സുധാകരനെ മാനേജ് ചെയ്യാൻ പാടാണ്. സ്വതന്ത്ര MLA ആയി വരുന്നു, ഭരണത്തിനൊരു സപ്പോർട്ട് എന്തായാലും കിട്ടും. പിണറായി വിജയൻ ഭരണത്തിലേക്ക് എത്താൻ, അധികാരത്തിലേക്ക് എത്താൻ എന്തായാലും ജി സുധാകരൻ സപ്പോർട്ട് ചെയ്യില്ല. അപ്പൊ ഒരു വോട്ട് ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം. ഒരു വോട്ടിനെടുക്കുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ കൂടി
വടകര MLA KK രമയെ പോലെ അതെ. ഒരാൾ കൂടി അതെ. നിയമസഭയിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അതെ. ഇനി വോട്ടെടുപ്പിൽ നിന്ന് മാറി നിന്നാലും CPM കിട്ടുന്ന ഒരു വോട്ട് അവിടെ കുറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ UDF ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ രീതിയിൽ പിടിക്കാൻ സാധിക്കാത്ത അമ്പലപ്പുഴയിൽ ജി സുധാകരന് സപ്പോർട്ട് കൊടുക്കുക എന്ന് തന്നെയാണ് ഏറ്റവും വലിയ പൊളിറ്റിക്കൽ മൂവ്. അതെ, എന്റെ സംശയമാണ്. അത് മാത്രമല്ല, ആലപ്പുഴ ജില്ലയിൽ ഒരു ഓളം ഉണ്ടാക്കാൻ കഴിയില്ല. ആലപ്പുഴ ജില്ലയിൽ അങ്ങനെ ഒരു വലിയ ഓളം ഉണ്ടാക്കാൻ സാധിക്കുകയല്ല, പക്ഷെ ചൂണ്ടിക്കാണിക്കാം. അതെ, ഈ ചിത്രരഞ്ജനൊക്കെ മത്സരിക്കുന്ന ആലപ്പുഴയിൽ ചിത്രരഞ്ജന്റെയൊക്കെ മണ്ഡലത്തിൽ പോയി കൃത്യമായി പറയാൻ സാധിക്കുമല്ലോ, നിങ്ങളുടെയൊക്കെ വലിയ സഖാവായിരുന്ന ജി സുധാകരൻ ഇന്ന് എവിടെയാണ്, ഞങ്ങൾക്കൊപ്പമാണ്. എന്തുകൊണ്ടാണ്? 10 വർഷക്കാലം ഇടതുപക്ഷം ഭരിച്ചു മുടിച്ച ഈ നാടിനെ കണ്ടുകൊണ്ട് കരളിലുള്ള മനസ്സലിവുള്ള ജി സുധാകരൻ പോലും സ്വതന്ത്രനായി മത്സരിക്കുന്നു. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കൂ, ശരി ഞാനത് എടുത്തു ചോദിച്ചതാണ്. ചിത്രരഞ്ജന്റെ പേര് ഞാൻ എടുത്തു ചോദിച്ചതാണ്. ശരി ആരുടെ ഭാഗത്താണ്? നോക്കൂ, അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്, ജനങ്ങൾ തിരഞ്ഞെടുത്ത ആളാണ്. പക്ഷെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ആളുകൾക്ക് ഈ CPM നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ വിചാരം ഞങ്ങൾക്ക് എന്തും പറയാം. പൊതുജനം ഞങ്ങൾ ഇതൊക്കെ പറയുന്നതാണ് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇഷ്ടപ്പെട്ടു നടന്ന ഒരാൾ ഉടുമ്പിൻചോലയിലെ ഷൂ ആയി മാറിയ കഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉടുമ്പിൻചോലയിലെ ഷൂവിനെ പോലെ പലയിടങ്ങളിലും ഷൂക്കളെ സൃഷ്ടിച്ചുകൊണ്ടാണ്. സജി ചെറിയാൻ എന്ന് പറഞ്ഞൊരു മാന്യ വ്യക്തിയുണ്ട്. സജി ചെറിയാനെ ഈ ആലപ്പുഴ ജില്ലയെ അടച്ചാക്ഷേപിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇത് ഇവരുടെ ചിന്താഗതിയാണ്. ഈ ചെങ്ങന്നൂർ എന്ന ആലപ്പുഴ ജില്ലയിലാണെങ്കിൽ പോലും ആലപ്പുഴയുടെ ഒരു സ്വഭാവമുള്ള സ്ഥലമൊന്നും അല്ല ചെങ്ങന്നൂർ. പക്ഷെ ഇവരങ്ങ് അനുകരിക്കുകയാണ്. നോക്കൂ, ഇവര് VS അച്യുതാനന്ദനാവാനും MM മണി ആവാനും ഒക്കെ ശ്രമിക്കുന്നിടത്താണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് എന്നുള്ളത്. അല്ലെങ്കിൽ ജി സുധാകരനും ഒക്കെ ആകാൻ ശ്രമിക്കുന്നിടത്താണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ജി സുധാകരനും VS അച്യുതാനന്ദനും ഇത്തരത്തിൽ പല പ്രയോഗങ്ങളും നടത്തി. തീർച്ചയായിട്ടും. പക്ഷെ അതൊന്നും ആളുകൾ അങ്ങനെ ഓർത്തു വെച്ച് അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യില്ല. കാരണം അദ്ദേഹത്തിന്റെ മുൻകാലങ്ങളിൽ ചെയ്ത പ്രവൃത്തികൾ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ നല്ല പ്രവൃത്തികൾ വെച്ച് നോക്കുമ്പോൾ അതൊക്കെ അദ്ദേഹത്തിന് ആകാം. അദ്ദേഹത്തിന് ഒരു മെറിറ്റ് കൊടുത്തിട്ടുണ്ട്. VS അച്യുതാനന്ദനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കൊച്ചുകുട്ടികൾക്ക് മുത്തശ്ശന്റെ സ്ഥാനവും നമ്മുടെയൊക്കെ തലമുറയിലുള്ളവർക്ക് ഒരു പിതാവിന്റെ സ്ഥാനവും കൊടുക്കാൻ കൊടുക്കാം എന്ന് തോന്നുന്ന വ്യക്തിത്വത്തിനുടമയാണ്. അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് മോശമായി എന്തെങ്കിലും ഒന്ന് കേട്ടാൽ പോലും ഓക്കെ അദ്ദേഹമല്ലേ എന്ന് ചിന്തിക്കും. പക്ഷെ ചിത്രരഞ്ജനും സജി ചെറിയാനും ഒക്കെ അത് പറയാൻ നിന്നാൽ പോടാ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. അതെ, എന്തായാലും ആലപ്പുഴയുടെ ഒരു യഥാർത്ഥ ചിത്രത്തെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും UDFന്റെ ലിസ്റ്റ് വരുന്നതോടുകൂടി ചിത്രരഞ്ജനും സജി ചെറിയാനും ഒക്കെ ആലപ്പുഴ കടലിലെ വെള്ളം കുടിക്കുമോ അതോ അവിടുത്തെ ചെമ്മീൻ കെട്ടുകളിലെ വെള്ളം മുക്കി കുടിക്കേണ്ടി വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാവുന്നതാണ്. സീറ്റ് താമസിക്കുന്നു. ഏതായാലും ആലപ്പുഴ ജില്ലയിൽ വേറെയും ഉണ്ട്. നമ്മുടെ കായംകുളത്തെ പ്രതിഭാഹരി ഉണ്ട്, വേറെ കുറച്ച് പേരൊക്കെ ഉണ്ട്. അവരെല്ലാം പ്രതിഭാഹരി പണ്ടായിരുന്നു. ഇപ്പൊ പ്രതിഭാഹരി ഇല്ല, പ്രതിഭ. കായംകുളത്തെ സ്ഥാനാർത്ഥി ലിസ്റ്റ് വരട്ടെ, UDFന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് വന്നിട്ട് അതിന്റെ സാഹചര്യങ്ങളെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാം എന്നുള്ളതാണ്. കായംകുളത്ത് BJPക്ക് ശോഭാ സുരേന്ദ്രൻ ആയിരുന്നുവെങ്കിൽ പ്രതിഭ U-turn അടിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ അവിടുത്തെ UDFന്റെ സ്ഥാനാർത്ഥികളെ പുറത്തു വരട്ടെ. അരൂരടക്കം പല മണ്ഡലങ്ങളിലും അവസ്ഥ പരിതാപകരമാണ്. പക്ഷേ എന്നെ ഈ ചർച്ചകളിൽ ഈ സമയത്ത് പിന്നോട്ടടിക്കുന്നത് UDFന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റാണ്. സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ജയിക്കുന്നവർ ഉണ്ടാകുമെന്ന ഉത്തമ ബോധ്യം നമുക്കുണ്ട്. ആലപ്പുഴ ജില്ലയിൽ എവിടെയെങ്കിലും ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി, ജി സുധാകരനും അപ്പുറത്തേക്ക് മറ്റൊരു സർപ്രൈസ് സ്ഥാനാർത്ഥി, പലരും പ്രതീക്ഷിക്കുന്നു എന്ന് വിചാരിക്കാത്തൊരു സ്ഥാനാർത്ഥി ഉണ്ടാകുമോ എന്ന ഒരു സംശയം എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് അലതല്ലുന്നുണ്ട്. ഫൈനൽ ലിസ്റ്റ് വരുമ്പോൾ അറിയാൻ കഴിയും. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം നമുക്ക് അറിയാൻ കഴിയും. തെരഞ്ഞെടുപ്പിന് ശേഷം അറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അതിനകത്തൊരു പഞ്ചില്ല. ജനാധിപത്യ പ്രക്രിയ ഒരു 70 സീറ്റിന് മുകളിൽ പിടിക്കണ്ടേ? ഉണ്ടാവും, ഉറപ്പാണ്, ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ അയലോക്കക്കാരന്റെ എന്തൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അയലോക്കക്കാരന്റെ വാഴയെ കൊലച്ച് നിൽക്കുന്ന കൊല കണ്ടുകൊണ്ട് ഇവിടെ ഉപ്പേരി ഉണ്ടാക്കി എണ്ണ തിളപ്പിച്ചിട്ട് കാര്യമുണ്ടോ? അതല്ല, മാറാനുള്ള സാധ്യതയുണ്ട്. ചേട്ടാ, അതുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. പക്ഷെ മനസ്സിലാക്കുന്ന കാര്യമുണ്ട്. പിണറായി വിജയനോടുള്ള എതിർപ്പ്, പിണറായി മുഖത്തോടുള്ള എതിർപ്പ്. ഞാനൊരു ഉദാഹരണം പറയുന്നത്, നമ്മൾ ഇവിടെ പിണറായി വിജയനോട് എതിർപ്പുണ്ട് എന്ന് വിചാരിച്ച് തലശ്ശേരിയിലെ സഖാക്കന്മാർ കാരായ രാജൻ വോട്ട് ചെയ്യാതിരിക്കുമോ? ഇല്ല, തലശ്ശേരിയിൽ കാരായ രാജൻ ജയിക്കും, കാരായ രാജനെ അവർ ജയിപ്പിക്കും. ഞാനൊരു വ്യക്തിപരമായി, താങ്കൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞ പോലെ ഒരു ഉദ്ദിഷ്ടകാര്യത്തിന്റെ ഉപകാര സ്മരണ കാരായ രാജന്റെ മേൽ പാർട്ടിക്കുണ്ട്. അതെ, ഞാൻ ചോദിക്കുന്നതല്ല. ഇപ്പൊ MLA മാരുടെ മെറിറ്റും ഡിമെറിറ്റും ആണ് അവരെടുക്കുക. അതെ, ഞാൻ പല ആളുകളോടും സംസാരിക്കും. ഇപ്പൊ പത്തനാപുരം നിയമസഭാ മണ്ഡലത്തിലെ 1-2 മാധ്യമ സുഹൃത്തുക്കളോട് സംസാരിച്ചപ്പോൾ അവർക്ക് ഗണേശൻ ക്യാമ്പിലെ സ്ഥിരം ആളുകളാണ്. അവർ പറഞ്ഞത് ഗണേശൻ ജയിക്കണം, അധികാരത്തിൽ UDF വരണം. മനസ്സിലായോ? പല മണ്ഡലങ്ങളിലും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അവരുടെ MLA മാരോട് അവർക്ക് ഇഷ്ടമാണ്, അവർ ജയിക്കാൻ അവർ വോട്ട് ചെയ്യും.
അങ്ങനെ MLA-മാരെ ജയിക്കാൻ വോട്ട് ചെയ്ത് കൂടി വരുന്നിടത്ത് ഇപ്പുറത്ത് പണി മേടിക്കും എന്നുള്ളതാണ്. എന്തായാലും UDF-ന്റെ ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്ത് വരട്ടെ, നമുക്ക് അതിന്മേൽ ചർച്ച നടത്താം.